Hello dear students, welcome to this channel. I am Shyam Krishnan, Assistant Professor SNIT Adu. Today I am standing in front of you to have a small discussion on power systems. Power systems അല്ലെങ്കിൽ ആ ഒരു ഏരിയയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6th സെമസ്റ്റർ ബിടെക് സ്ട്രിക്ട്ലി സ്റ്റുഡൻസിന് കോംപ്രിഹെൻസീവ് വൈവ എന്നൊരു പേപ്പറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കാര്യം അറിയാം. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള ഒരു പോർഷൻസിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്ന് ഡയറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു വൈവയാണ് ഈ ഒരു കോംപ്രിഹെൻസീവ് വൈവ എന്ന് പറയും. അപ്പോൾ നമ്മൾ 5th സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള EE301 പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന സബ്ജക്റ്റിലും കുറേ കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു കോംപ്രിഹെൻസീവ് വൈവയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി, ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഈ ഒരു ലെക്ചർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദിസ് പോർഷൻ പവർ സിസ്റ്റംസ്. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പേര് നമുക്ക് നോക്കാം. EE301 എന്നാണ് ഈ ഒരു കോഴ്സ് കോഡിന്റെ പേര്. ഇത് KTU-ൽ 5th സെമസ്റ്ററിൽ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് വരുന്ന സബ്ജക്റ്റ് ആണ്. ഞാൻ ഇതിന്റെ ഫുൾ നെയിം നേരത്തെ പറഞ്ഞിരുന്നു, പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. പക്ഷേ ഈ ഒരു ആ പേര് അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടെ വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു ഏരിയ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൂടാതെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഈ ഒരു സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ആണ്. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ലൈക്ക് ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ HVDC ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അതുപോലെ ഫാക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ഏരിയ ആണ്, ഒരു സബ്ജക്ട് തന്നെയാണ് ശരിക്കും ഫാക്ട് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ചെറിയൊരു പോർഷൻ ആയിട്ട് ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി സിസ്റ്റംസ് ഉണ്ട്, പവർ പ്ലാന്റുകൾ ഒരുപാട് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇൻഡസ്ട്രിയലി ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ പ്രൊട്ടക്ഷൻ PGTP EE301 എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാസ് ഔട്ടായി ബിടെക് കഴിഞ്ഞ് ഇറങ്ങി, ട്രിപ്പിൾ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നിങ്ങൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് തന്നെയാണ് ജോലിക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ ആ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന 90% ക്വസ്റ്റ്യൻസ് 2 ഏരിയയിൽ നിന്നായിരിക്കും. ഒന്ന് പവർ സിസ്റ്റംസ്, പിന്നെ ഒന്ന് ഇലക്ട്രിക്കൽ മെഷീൻസ്. ഇത് രണ്ടും മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്നല്ല പറഞ്ഞു തന്നത്. പക്ഷേ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ള ഡെസിഗ്നേഷനിലാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ജോലിയിൽ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ആവുന്ന ഒരു ഏരിയയാണ് ഈ പവർ സിസ്റ്റംസും ഇലക്ട്രിക്കൽ മെഷീൻസും. പിന്നെ വരുന്ന ബാക്കി പേപ്പേഴ്സ് എല്ലാം തന്നെ ഇതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന കുറെ കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഫ്യൂച്ചറിനും നിങ്ങളുടെ ആ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന നിങ്ങളുടെ ഡെസിഗ്നേഷനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറെ ഏരിയ ആണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നന്നായി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ കോംപ്രിഹെൻസീവ് വൈവയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന കുറേ ക്വസ്റ്റ്യൻസും ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് കോംപ്രിഹെൻസീവ് വൈവ എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മേജർ ഏരിയ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഈ പവർ സിസ്റ്റംസിൽ നിന്നായിരിക്കും. അതിനോടൊപ്പം തന്നെ ബാക്കി എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യും. ഓക്കെ, സോ ഞാൻ എന്താണ് ഈ ഒരു സബ്ജക്റ്റിലുള്ളത് എന്നുള്ളതിനെ ഡീപ്പായിട്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു സിലബസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ സിലബസിന്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ബ്രീഫായിട്ട് ഈ ഒരു സബ്ജക്ട് EE301 പറയുന്ന സിലബസ് എന്താണെന്ന് ബ്രീഫായിട്ട് ഒന്ന് നോക്കിയ ശേഷം നമുക്ക് ബാക്കി ഈ ഒരു സബ്ജക്റ്റിലേക്ക് ഡീപ്പായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ലെറ്റ്സ് സീ ദ സിലബസ് ഓഫ് ദ സബ്ജക്ട്. This is the syllabus of EE301 Power Generation, Transmission and Protection. ഈ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് മാത്രം പറയാം, ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഓരോ പോർഷൻ എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. സോ ഫസ്റ്റ് മോഡ്യൂൾ ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ടിപ്പിക്കൽ ലേഔട്ട് ഓഫ് പവർ സിസ്റ്റം. ഇതിനകത്ത് പവർ പ്ലാന്റുകൾ പഠിക്കാനുണ്ട്, പിന്നെ എക്കണോമിക്സ് ഓഫ് ജനറേഷനും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് ആണ്, ലൈക്ക് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് മോഡലിംഗ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. തേർഡ് മോഡ്യൂളിൽ നമുക്ക് പ്രധാനമായിട്ട് പവർ സിസ്റ്റത്തിന്റെ കമ്പോണൻസും ഓവർഹെഡ് ട്രാൻസ്മിഷൻ അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷനുമാണ് അതിനകത്തുള്ളത്. ലൈക്ക് ഡിഫറെന്റ് കണ്ടക്ടേഴ്സ് പഠിക്കാനുണ്ട്, മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്, ടവേഴ്സ്, പിന്നെ പലതരത്തിലുള്ള ഇൻസുലേറ്റേഴ്സ്, കൊറോണ തുടങ്ങിയ പോർഷൻസ് ആണ് തേർഡ് മോഡ്യൂൾ ഉള്ളത്. ഫോർത്ത് മോഡ്യൂൾ ഉള്ളത് we need to study underground cables, HVDC transmission systems, then flexible AC transmission system. ഇങ്ങനെ 3 സെറ്റ് ആണ് ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് മോഡ്യൂൾ ആൻഡ് സിക്സ്ത് മോഡ്യൂൾ ഈസ് പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേസ്, പിന്നെ ഓരോ ആൾട്ടർനേറ്റർ ട്രാൻസ്ഫോമർ, ട്രാൻസ്മിഷൻ ലൈൻ തുടങ്ങിയതിന്റെ ഓരോന്നിന്റെയും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റംസ്, പ്രൊട്ടക്ഷൻ സ്കീംസ്,
പിന്നെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓവർ വോൾട്ടേജ് ആണ് ലൈറ്റ്നിങ് തുടങ്ങിയ ഓവർ വോൾട്ടേജ്. സോ നമ്മൾ ഇപ്പൊ കണ്ടതാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കി അറിയാം. ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ നമുക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പവർ പ്ലാന്റുകളാണ്. സോ എന്താണ് പവർ പ്ലാന്റിന്റെ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ഡേ ടു ലൈഫിലെ കംഫോർട്ട് വളരെയേറെ എനേബിൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. സോ ഈ ലൈറ്റ് എനർജി എങ്ങനെ കിട്ടുന്നു? ഇലക്ട്രിക്കൽ എനർജിയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാന്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും നമുക്ക് കംഫോർട്ടും ഡേ ടു ഡേ ലൈഫിലെ ജീവിതം വളരെ വളരെ എളുപ്പമാക്കി മാറ്റുന്ന ഒരു എനർജിയാണ് ശരിക്കും ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജി എവിടെ നിന്നാണ് വരുന്നത്? അത് എവിടെയെങ്കിലും ഒന്ന് ജനറേറ്റഡ് ആയെങ്കിൽ മാത്രമല്ലേ നമുക്കത് ഇവിടെ കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എല്ലാത്തിന്റെ തുടക്കം അവിടെയാണ്, ജനറേഷൻ. somehow we need to generate this electrical energy and then only we can consume it. So electrical engineering ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ, somehow we need to generate it, later then we need to transmit it. അതായത് ആ ഉണ്ടാക്കുന്ന എനർജിയെ നമ്മൾ എവിടെയോ ആയിരിക്കും ഉണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇടുക്കി പവർ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന ആ ഒരു എനർജിയെ നമ്മളുടെ വീട്ടിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യണം. ട്രാൻസ്മിറ്റ് ചെയ്ത് എവിടെയെങ്കിലും എത്തിയ ശേഷം അത് ഓരോ ജംഗ്ഷനിൽ എത്തിയിട്ട്, ഇപ്പം ഇതൊരു ജംഗ്ഷനാണെന്ന് കരുതുക, ഇതിന്റെ ചുറ്റും പല പല വീടുകളുണ്ട്. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഓരോ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനം ഈ ഒരു കൺസ്യൂമർ നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യും. ഇതിനിടയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി മറ്റുള്ള എനർജീസിൽ നിന്നും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ തന്നെ മറ്റു ബ്രാഞ്ചസിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന വളരെ രസകരമായിട്ടൊരു ഘടകമുണ്ട്. അതായത് ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അവരുടെ എല്ലാ പാർട്സും എടുക്കാം, പിടിക്കാം, അതിനെ നമുക്ക് ഫിസിക്കലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിനെ മണപ്പിക്കാം, അതിനെ സ്മെല്ല് ചെയ്യാം, അതിന് വേണ്ട ടേസ്റ്റ് നോക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ ആ ഒരു മെക്കാനിക്കൽ പ്രോഡക്ട്സുമായിട്ട് എത്രയും കൂടുതൽ ഇടപെടാമോ അതെല്ലാം ശ്രമിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിന് അവരുടെ വോൾട്ടേജ് കുറവായതുകൊണ്ട് തന്നെ അവരുടെ കമ്പോണൻസ് എല്ലാം തന്നെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ സിവിൽ എഞ്ചിനീയേഴ്സിന് അവരുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ അവർക്ക് ഫിസിക്കലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് നമ്മുടെ പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്ന ആരാ? കറണ്ടാണ്. ഈ കറണ്ടിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ നേരിട്ട് ഒരു തരത്തിലും ഒരു ഫിസിക്കലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്, നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കറണ്ടിനെ നമ്മൾ പഠിക്കുന്നത്? യൂസിങ് സം മെത്തേഡ്സ്, അതല്ലെങ്കിൽ നമ്മൾ യൂസിങ് എന്തെങ്കിലും തരത്തിലുള്ള അനാലിസിസ് വഴി, അല്ലെങ്കിൽ അതിനുള്ള മെഷർമെന്റ് ആയിട്ടുള്ള മീറ്റേഴ്സ് വഴി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർഫേസ് വഴിയാണ് നമ്മൾ ഈ ഒരു കറണ്ടിനെ കൂടുതൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കുറച്ചുകൂടെ ചില കാര്യങ്ങളിൽ കോംപ്ലക്സ് ആവുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പഠിക്കുന്നവരെ അല്ലെങ്കിൽ അതുമായിട്ട് ജോലി ചെയ്യുന്നവരെ ഈ ഇലക്ട്രിക്കൽ എനർജിയുമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ തന്നെ ഈ ഒരു ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും സേഫായിട്ട് നിർത്തുന്ന ഒരു മീഡിയേറ്ററാണ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആ പ്രൊട്ടക്ഷൻ സിസ്റ്റം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. സോ പ്രൊട്ടക്ഷൻ സിസ്റ്റം വളരെ നിർബന്ധമാണ്. കാരണം ഇലക്ട്രിക്കൽ ആയിട്ട് കളിക്കുമ്പോൾ നമ്മൾ എൻഷുർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് എനർജി സേഫ്റ്റി എന്ന് പറയുന്നത്, സേഫ്റ്റി. സോ ആ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. പിന്നെ നമ്മൾ ഇതിനെ കൺസ്യൂം ചെയ്യാനുള്ള നമ്മുടെ ലോഡ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ലോഡ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ലൈക്ക് ഫാൻ, ലൈറ്റ്, TV, ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. അതുപോലെ ഇലക്ട്രിക്കൽ മെഷീൻസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടെ ചേരുന്ന ആ ഒരു വാസ്റ്റ് ഏരിയ ആണ് ശരിക്കും പവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഇത്രയും പ്രാധാന്യം വരുന്നതെന്നുള്ളത് ഇത്രയും കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡിൽ നമ്മൾ പഠിക്കുന്നത് പവർ പ്ലാന്റുകളെ പറ്റിയാണ്. പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജനറേഷൻ, ഇലക്ട്രിക്കൽ ജനറേഷൻ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളുണ്ട്, പിന്നെ തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്, പിന്നെ ചില റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രോ പവർ പ്ലാന്റ് എന്താ എല്ലാവർക്കും അറിയാം, ഡാമിൽ വലിയ ഒരു ഹൈ ആയിട്ടുള്ള ഒരു ഏരിയയിൽ മല വല്ലതും കെട്ടിത്തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു നദിക്ക് കുറുകെ ഒരു തടയണ ഇട്ടുകൊണ്ട് വെള്ളം സ്റ്റോർ ചെയ്ത് ആ വെള്ളത്തിനെ ഒരു ഹൈ ഫോഴ്സിൽ താഴേക്ക് കൊണ്ടുവന്നുകൊണ്ട് പെൻസ്റ്റോക്ക് എന്നുള്ള കുടലുകൾ വഴി താഴേക്ക് കൊണ്ടുവന്ന് ആ വെള്ളം ഹിറ്റ് ചെയ്തുകൊണ്ട് ടർബൈൻ കറങ്ങി, ആ ടർബൈൻ കറങ്ങുമ്പോൾ ജനറേറ്റർ കറങ്ങി, അങ്ങനെ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന എനർജി പവർ പ്ലാന്റുകളെയാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു പവർ പ്ലാന്റ് ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതായത് ന്യൂക്ലിയർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പവർ പ്ലാന്റുകളാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്.
ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യുറേനിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ ഫിഷൻ നടത്തി എനർജി പ്രൊഡക്ഷൻ നടത്തുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകളാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതുപോലെ തെർമൽ പവർ പ്ലാന്റ്. തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് കോൾ കൂട്ടുള്ള കൽക്കരി പോലുള്ള പദാർത്ഥങ്ങളെ നമ്മൾ കത്തിച്ചുകൊണ്ട് ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നു. ആ ഹീറ്റ് എനർജി കൊണ്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിനെ നീരാവിയാക്കി മാറ്റി ആ സ്റ്റീം കൊണ്ട് ടർബൈൻ കറക്കി, സ്റ്റീം ടർബൈനുകൾ കറങ്ങി, അങ്ങനെ ജനറേറ്റർ കറങ്ങി എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റുകളാണ് തെർമൽ പവർ പ്ലാന്റ്സ്. പിന്നെ വരുന്നതാണ് റിന്യൂവബിൾ എനർജീസ്. ഇത് മാത്രമല്ല മറ്റു പല പവർ പ്ലാന്റുകളും ഉണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് റിന്യൂവബിൾ എനർജീസ്. റിന്യൂവബിൾ എനർജി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. റീയൂസബിൾ ആയിട്ടുള്ള നാച്ചുറലി നമുക്ക് വളരെ നാച്ചുറലായിട്ട് കിട്ടുന്ന എനർജി സോഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള എനർജി പ്രൊഡക്ഷൻ ആണ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഫോർ എക്സാമ്പിൾ സോളാർ, വിൻഡ്, പിന്നെ ഹൈഡ്രോ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റിന്യൂവബിൾ ആണ്. അതേപോലുള്ള സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എനർജി പ്രൊഡക്ഷൻ ആണ് റിന്യൂവബിൾ. അതിൽ നമുക്ക് സോളാർ പഠിക്കാനുണ്ട്, വിൻഡ് പഠിക്കാനുണ്ട്, പിന്നെ ടൈഡൽ എനർജി ഉണ്ട് വേവ്സിൽ നിന്നുള്ള, പിന്നെ ഭൂമിക്കടിയിലുള്ള ലാവ അതിന്റെ ചൂട് കൊണ്ട് എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന ജിയോ തെർമൽ പവർ പ്ലാന്റുകൾ. സോ ഇങ്ങനെയുള്ള ഒരുപാട് റിന്യൂവബിൾ എനർജി സോഴ്സസും നമുക്ക് ഈ ഒരു സബ്ജക്ട് പഠിക്കാനുണ്ട്. അപ്പൊ തന്നെ എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ജനറേഷൻ എന്ന ഒരു ഏരിയ നിങ്ങൾ ഒരുപാട് കവർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ശേഷം നിങ്ങൾ ഒരുപാട് പവർ പ്ലാന്റുകൾ കാണണം. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഹൈഡ്രോളിക് പവർ പ്ലാന്റോ അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റോ ഒരുപാട് നമുക്കിപ്പം കൂടംകുളം പവർ പ്ലാന്റ് ഉണ്ട്. അതേപോലെ ഇപ്പൊ തമിഴ്നാട്ടിൽ ആണെങ്കിലുള്ള ഏറ്റവും വലിയൊരു തെർമൽ പവർ പ്ലാന്റ് ആണ് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ NLC. അപ്പൊ അതേപോലെ ഏതെങ്കിലും ഒരു പവർ പ്ലാന്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയും. അല്ലെങ്കിൽ ഫ്യൂച്ചർ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു നോളജ് എന്ന് പറയുന്നത് വളരെ 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 ഹെൽപ്ഫുൾ ആയിട്ടും നിങ്ങൾക്ക് മാറും. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്ന ഒരു പ്രൊഫഷനാണ് ജനറേഷൻ. കഴിഞ്ഞാൽ തീർച്ചയായും നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഇതാണ് ട്രാൻസ്മിഷൻ. അപ്പൊ ട്രാൻസ്മിഷനകത്ത് വരുന്നതാണ് ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അതിന് പഠിക്കാറുണ്ട്. അതായത് ഇലക്ട്രിക്കൽ ഒരു ലൈനിൽ കൂടെ കറണ്ട് പോവുകയാണെങ്കിൽ അതിനകത്തിൽ ഉണ്ടാകുന്ന കുറച്ച് എഫക്റ്റുകളാണ് ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ് ഒക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ പാരാമീറ്റേഴ്സ് ആണ്. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന ഒരു ടേംസ് ആണ് ഈ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു കപ്പാസിറ്റൻസിന്റെ, ലൈനിന്റെ, ഇൻഡക്റ്റൻസിന്റെ ഒക്കെ എഫക്ട് എന്തൊക്കെയാണ്, ലൈൻ പാരാമീറ്റേഴ്സിന്റെ ഓരോരോ എഫക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ലൈനിൽ കൂടെയുള്ള ലോസസ്, ഇതുണ്ടാക്കുന്ന റിയാക്ടൻസ്, റിയാക്റ്റീവ് പവർ തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ടേംസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇങ്ങനത്തെ കുറച്ച് പോർഷൻസ് ആണ്. അതിനുശേഷം വരുന്ന തേർഡ് മോഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന കുറെ കമ്പോണൻസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മോഡ്യൂളാണ് തേർഡ് മോഡ്യൂൾ. അപ്പോൾ ആ തേർഡ് മോഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈൻ, ട്രാൻസ്മിഷൻ ലൈൻ, അതിന് ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ്, അലൂമിനിയം കണ്ടക്ടേഴ്സ്, അതുപോലെ ടവേഴ്സ്, പോൾസ്, വിവിധ തരത്തിലുള്ള ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സ്. നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈനിലാണ് ഈ ഒരു ഇൻസുലേറ്റേഴ്സിലാണ് കണ്ടക്ടേഴ്സ് തൂക്കിയിടുന്നത്. കണ്ടക്ടേഴ്സിൽ കൂടെ പോകുന്ന കറണ്ട് ടവറിൽ കൂടെ കയറി ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി. അങ്ങനെ പലതരത്തിലുള്ള മെക്കാനിക്കൽ സപ്പോർട്ടുകളും കമ്പോണൻസുകളും ഡിസ്കസ് ചെയ്യുന്ന ഒരു മോഡ്യൂളാണ് തേർഡ് മോഡ്യൂൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. അതിനുശേഷം വരുന്ന മോഡ്യൂളാണ് ഫോർത്ത് മോഡ്യൂൾ. ഇതുമായിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഫോർത്ത് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ഫോർത്ത് മോഡ്യൂൾ ഉള്ളത് ശരിക്കും 3 കാര്യങ്ങളാണ്. ഒന്ന് കണ്ടക്ടേഴ്സ്, അണ്ടർഗ്രൗണ്ട് കേബിൾസ് എന്നൊരു പോർഷനാണ് അവിടെ വരുന്നത്. അതിനുശേഷം ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ, HVDC ട്രാൻസ്മിഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫാക്ട് എന്നൊരു പോർഷനും ഈ ഒരു മോഡ്യൂളുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളുടെ ഒരു സമ്മേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് കേബിൾസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ട്രാൻസ്മിഷനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള 2 ക്ലാസിഫിക്കേഷനിലുള്ള ഒരെണ്ണമാണ് ഡിപ്പെൻഡിങ് ഓൺ സ്ട്രക്ചർ. ഒന്ന് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ, പിന്നെ ഒന്ന് അണ്ടർഗ്രൗണ്ട് ട്രാൻസ്മിഷൻ. അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ടവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെ പോസ്റ്റോ ബോൾസോ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ലൈൻ വലിച്ചിട്ടുള്ള ആ ഒരു ട്രാൻസ്മിഷനെയാണ് ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഭൂമിക്ക് അടിയിൽ കൂടെ എന്ന് പറഞ്ഞാൽ കേബിളുകൾ യൂസ് ചെയ്തുകൊണ്ട്, ഓവർ ഹെഡിൽ ഉപയോഗിക്കുന്ന കറക്റ്റ് കണ്ടക്ടറാണ്, പച്ചയ്ക്ക് കണ്ടക്ടറാണ്, അതിനൊരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ അണ്ടർഗ്രൗണ്ട് കേബിൾസ് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിന് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ട്രെഞ്ച് വഴി ഈ പറയുന്ന കേബിൾസിനെ ഇട്ടുകൊണ്ട് ഉള്ള ട്രാൻസ്മിഷൻ ആണ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ എന്താണ് ഈ അണ്ടർഗ്രൗണ്ട് കേബിൾസിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേബിൾസ് എന്താണ്, എങ്ങനെയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ 4th മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് എല്ലാം തന്നെ, റെസിസ്റ്റൻസ്, അങ്ങനത്തെ കുറെ ഏരിയ നമ്മൾ ആ ഒരു പോർഷനിൽ കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് HVDC, ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. വളരെ റെലവെന്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ ആണ് ശരിക്കും ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AC ട്രാൻസ്മിഷന് വളരെ ഹെൽപ്ഫുൾ ആണ്, യൂസ്ഫുൾ ആണെന്നൊക്കെ ഉണ്ടെങ്കിലും അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് AC എന്ന് പറയുന്നത് ലോസ് എപ്പോഴും കൂടുതലാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ AC-യിൽ ഒരുപാട് തരത്തിലുള്ള ലോസസ് ഉണ്ട്. ഇൻഡക്ടൻസിന്റെയും കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന കുറെ ലോസുകൾ കൂടാതെ ഈ സ്കിൻ എഫക്ട്, അതുപോലെ കൊറോണ തുടങ്ങിയ ഒരുപാട്, അതുപോലെ ഓരോ ഇത്ര കിലോമീറ്റർ കൂടുന്തോറും നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ കുറഞ്ഞു വരും ലോസ് കാരണം. അതുകൊണ്ട് തന്നെ ഇടവിട്ട് നമ്മൾ ഈ ഒരു AC ട്രാൻസ്മിഷൻ ലൈനെ നമ്മൾ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളാണ് ഈ ഫാക്ട് എന്ന് പറഞ്ഞ പോർഷനകത്ത് വരുന്നത്. അതിനെ കോമ്പൻസേഷൻ സർക്യൂട്ട് എന്ന് വിളിക്കും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കോമ്പൻസേഷൻ സർക്യൂട്ട്, അതായത് എത്രത്തോളമാണോ AC-യിൽ നമുക്ക് ഡിപ്പായി പോകുന്ന ഈ ഒരു പവർ കുറഞ്ഞു പോകുന്നത് അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ കൂടെ ഉള്ള സപ്ലൈ ആ ഒരു എത്രയാണോ വേണ്ടത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ഏരിയയാണ് ശരിക്കും ഈ ഒരു കോമ്പൻസേഷൻ സർക്യൂട്ട് എന്നൊരു പോർഷനിൽ വരുന്നത്. അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആണ് ഈ ഫാക്ട് എന്ന് പറഞ്ഞ പോർഷൻ. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AC ട്രാൻസ്മിഷനിൽ ഒരുപാട് തരത്തിലുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ലോസുകളാണ് പ്രധാനമായിട്ടും. പിന്നെ അങ്ങോട്ട് ഇത്ര കിലോമീറ്റർ കൂടുന്തോറും നമ്മൾ ഇതുപോലെ റിയാക്റ്റീവ് പവറിനെ കോമ്പൻസേറ്റ് ചെയ്ത് ഇതിനെ കോമ്പൻസേഷൻ സർക്യൂട്ടുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ വളരെ ചെലവ് കൂടിയതാണ്. അതിനേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ AC എന്ന് പറയുന്നപ്പോഴും 3 ഫേസ് ആണ്. 3 ഫേസ് എന്ന് പറയുമ്പോൾ RYB 3 കണ്ടക്ടേഴ്സ് ആണ്. അങ്ങനെ 3 കണ്ടക്ടേഴ്സ് ചിലപ്പോൾ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ AC-യെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 3 ഫേസ് ആയിട്ട്. അപ്പോൾ 3 കണ്ടക്ടേഴ്സ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. അതുപോലെ AC-ക്ക് എന്ന് പറഞ്ഞാൽ വലിയ ടവേഴ്സ് വേണം. ഓരോ ലൈനും തമ്മിലുള്ള ക്ലിയറൻസ്, ഓരോ ലൈനും തമ്മിലുള്ള ലൈൻ ടു ലൈൻ ക്ലിയറൻസ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. അപ്പോൾ വലിയ പോൾസും ടവേഴ്സും ഒക്കെ വേണം. ഇങ്ങനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ശരിക്കും ഈ AC-ക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള AC-യുടെ ഈ ഒരു ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച മറ്റൊരു അഡ്വാൻസ്ഡ് മെത്തേഡാണ് ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ. അപ്പോൾ എന്താണ് ഈ ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC-യെ DC ആക്കി മാറ്റിക്കൊണ്ട് DC-യിൽ ട്രാൻസ്മിഷൻ നടത്തുക. ശേഷം എപ്പോഴാണോ തിരിച്ച് AC-യിലേക്ക് മാറ്റേണ്ടത് അപ്പോൾ ഈ DC-യെ തിരിച്ച് AC-യിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ അതിനെ വീണ്ടും AC-യിൽ തന്നെ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡാണ് ശരിക്കും ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു HVDC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ എൻ്റെ ഒരു ഗുണം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു HVDC എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ പഠിക്കുന്നത്. പലതരത്തിലുള്ള HVDC ലിങ്ക്സ് ഏതൊക്കെയാണ്, മോണോപോളാർ, ബൈപോളാർ, ഹോമോപോളാർ തുടങ്ങിയ പോർഷൻസ് എല്ലാം തന്നെ കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു HVDC എന്ന് പറയുന്നത്. അപ്പോൾ HVDC-യിൽ വരുമ്പോഴത്തേക്ക് കണ്ടക്ടേഴ്സിന്റെ എണ്ണം 3-ൽ നിന്നും 2 കുറയുന്നു. ചിലപ്പോൾ ഒരു കണ്ടക്ടർ വെച്ച് തന്നെ മാത്രം HVDC-ക്ക് പറ്റും. പോസിറ്റീവ് മാത്രം മതി, നെഗറ്റീവ് റിട്ടേൺ ഗ്രൗണ്ട് വഴി നമുക്ക് പോസിബിൾ ആകും. കണ്ടക്ടർ സൈസ് കുറയും. കൊറോണ എഫക്റ്റ് ഇല്ല. കൊറോണ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷെ കുറവായിരിക്കും. അതുപോലെ സ്കിൻ എഫക്റ്റ് ഇല്ല. AC-ക്ക് മാത്രമാണ് സ്കിൻ എഫക്റ്റ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അതുപോലെ ടവർ എല്ലാം ചെറുതാകും, ക്ലിയറൻസ് കുറച്ചും മതി. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ HVDC-ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺവേർട്ടർ സ്റ്റേഷൻസിന് എപ്പോഴും ചിലവ് കൂടുതലായിരിക്കും. AC-യെ DC ആക്കുന്ന കൺവേർട്ടർ സ്റ്റേഷൻസിന് ഭയങ്കര റേറ്റ് ആണ്. പക്ഷെ പിന്നെ അങ്ങോട്ട് ട്രാൻസ്മിഷൻ കോസ്റ്റ് വളരെ കുറവാണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. ഈ ഒരു കോമ്പൻസേഷൻ സർക്യൂട്ടുകളൊന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ HVDC-ക്ക് കുറെ ഗുണങ്ങളുള്ളതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ലിമിറ്റിന്റെ മുകളിലോട്ടുള്ള ഡിസ്റ്റൻസിലേക്ക് നമ്മൾ HVDC പ്രിഫർ ചെയ്യുന്ന ആ ഒരു ഏരിയ എല്ലാം കൂടെ കവർ ചെയ്യുന്ന ഒരു പോർഷനാണ് HVDC. അതിനുശേഷം വരുന്നതാണ് ഫാക്ട് എന്ന് പറഞ്ഞ പോർഷൻ, അതായത് ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റം. ഈ ഫാക്റ്റിൽ നമ്മൾ പഠിക്കുന്നത് കുറച്ചും ഞാൻ പറഞ്ഞു കോമ്പൻസേഷൻ സർക്യൂട്ടുകളെ പറ്റിയുള്ള ഒരു പഠനമാണ് ഈ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ശരിക്കും വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിനെ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്ന ഒരു ചെറിയൊരു മോഡ്യൂളിൽ ഒരു ചെറിയൊരു പോർഷനായിട്ടാണ് KTU ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് 4th മോഡ്യൂളിൽ വരുന്നത്. അതിനുശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് 5th മോഡ്യൂളും 6th മോഡ്യൂളും കവർ ചെയ്യുന്നത്. അത് പവർ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഓപ്പറേറ്റേഴ്സും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുമായിട്ട് ആ ഒരു ബന്ധം നടത്തുന്നവരും ഇലക്ട്രിക്കൽ എനർജിയും തമ്മിൽ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ബാരിയർ ആണ് ശരിക്കും ഈ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കും ഇലക്ട്രിക്കൽ എനർജിയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് ശരിക്കും ഈ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ ഒരു എനർജി കാരണം
ഹ്യൂമൻ സേഫ്റ്റിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഹ്യൂമൻ സേഫ്റ്റി ഫസ്റ്റ് എനേബിൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉള്ള കുറെ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ ഈ ഒരു മോഡ്യൂൾ പഠിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ആണ് നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉള്ളത്, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ്. സാധാരണ MCBയിൽ തുടങ്ങി, അതായത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിൽ തുടങ്ങി. പിന്നെ നെക്സ്റ്റ് ഉള്ളത് മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് പഠിക്കാനുണ്ട്. അല്ല, അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ലെവലിലുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളത് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, പിന്നെ വാക്വം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള, അതുപോലെ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സർക്യൂട്ട് ബ്രേക്കറുകളാണ് ആദ്യം പഠിക്കുന്നത്. പിന്നെ ഈ സർക്യൂട്ട് ബ്രേക്കറിനെയൊക്കെ വർക്ക് ചെയ്യുന്ന റിലേ, അതായത് ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ റിലേ ആണ്. അപ്പോൾ ഒരു റിലേ യൂണിറ്റ് ഈ ഒരു സർക്യൂട്ട് ബ്രേക്കറിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേസ് ഏതൊക്കെയാണുള്ളത്. അട്രാക്റ്റീവ് ടൈപ്പ് റിലേ ഉണ്ട്, ഇൻഡക്ഷൻ ടൈപ്പ് റിലേസ് ഉണ്ട്, അതേപോലെ ഓവർ കറന്റ് റിലേസിന്റെ പല പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഇംപിഡൻസ് റിലേസ് ഉണ്ട്, ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രധാനപ്പെട്ട പവർ സിസ്റ്റംസിലെ പ്രധാനപ്പെട്ട കമ്പോണൻസിന്റെ പ്രൊട്ടക്ഷൻ സ്കീമുകൾ പഠിക്കാനുണ്ട്. ലൈക്ക് ഓൾട്ടർനേറ്റർ പ്രൊട്ടക്ഷൻ, ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്ററിന്റെ പ്രൊട്ടക്ഷൻ. അതുപോലെ ട്രാൻസ്ഫോമർ, ദ ഹാർട്ട് ഓഫ് ദ പവർ സിസ്റ്റംസ് എന്ന് വിളിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് പഠിക്കാനുണ്ട്, ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ. അതുപോലെ ബുക്ക് ഹോൾസ് റിലേ, ട്രാൻസ്ഫോമറിന്റെ മുകളിൽ ഇരിക്കുന്ന റിലേ ആണ് ബുക്ക് ഹോൾസ് റിലേ. സോ അതേപോലെ പലതരത്തിലുള്ള, അതുപോലെ ട്രാൻസ്മിഷൻ ലൈനുകളുടെ പ്രൊട്ടക്ഷൻ. ഇതേപോലെ കുറെ പ്രൊട്ടക്ഷൻ സ്കീമുകളാണ് നമുക്ക് പിന്നെ ആ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. അതിനുശേഷം വരുന്ന വളരെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയും. ഓവർ വോൾട്ടേജ് അഥവാ ട്രാൻസിയൻസ് എന്ന് നമ്മൾ കുറച്ചുകൂടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ പർട്ടിക്കുലർലി വിളിക്കുന്ന പേരാണ് ട്രാൻസിയൻസ്. കാരണം സാധാരണ ഒരു ലൈറ്റിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വരുന്ന ഒരു ഓവർ വോൾട്ടേജുകളെ പോലെ അല്ല ട്രാൻസിയൻസ് എന്ന് പറയുന്നത്. ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. വളരെ നമ്മൾ ഇലക്ട്രിക്കലി സംസാരിക്കുവാണെങ്കിൽ ഈ ഒരു ട്രാൻസിയന്റിനെ വിളിക്കാൻ സാധിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് 1.2 bar 50 മൈക്രോ സെക്കൻഡ്സ് എന്ന് പറയും. അതായത് 1.2 മൈക്രോ സെക്കൻഡ് കൊണ്ട് അതിന്റെ മാക്സിമം വാല്യൂവിൽ എത്തുകയും 50 മൈക്രോ സെക്കൻഡ് കൊണ്ട് ഡീകേ ആകുകയും ചെയ്യുന്ന ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആണ് ശരിക്കും ട്രാൻസിയൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ലൈറ്റ്നിങ്, മിന്നൽ. സോ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് ഒരു മിന്നൽ കയറി ചെല്ലുകയാണെങ്കിൽ ആ ഒരു മിന്നലിനെ ആ ഒരു മിന്നൽ കാരണം ഉണ്ടാകുന്ന എഫക്റ്റിനെ, അല്ലെങ്കിൽ ആ ഒരു വെരി ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ട്രാൻസിയന്റുകളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു പോർഷൻ കൂടെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ്, അല്ലെങ്കിൽ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, സർജ് അബ്സോർബേഴ്സ് അല്ലെങ്കിൽ സർജ് അറസ്റ്റേഴ്സ് എന്നുള്ള ഒരു പോർഷനായിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ അതും കവർ ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറസ്റ്റേഴ്സ് ലൈക്ക് ഹോൺ ഗ്യാപ്പ് അറസ്റ്റർ, റോഡ് ഗ്യാപ്പ് അറസ്റ്റർ, എക്സ്പൾഷൻ ടൈപ്പ് അറസ്റ്റർ, അതേപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാൽവ് ടൈപ്പ് അറസ്റ്റർ, അതായത് മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്. സോ ഇങ്ങനെ കുറെ പോർഷൻസ് കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഫിഫ്ത്ത് സിക്സ്ത് മോഡ്യൂൾ എന്ന് പറയും. പിന്നെ എന്തിനാന്ന് അറിയത്തില്ല, KTU ഈ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന്റെ അവസാനം കൊണ്ടുവന്നിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ സൈഡൂടെ ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ ആയിട്ടാണ് ശരിക്കും ഇത് വെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ഓരോ ഏരിയയും ശരിക്കും ജനറേഷനും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും പ്രൊട്ടക്ഷനും എല്ലാം തനിത്തനിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. കാരണം ഇതാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ഏരിയ ആണ് ശരിക്കും ഈ പറഞ്ഞ ഓരോന്നും. അപ്പൊ സിക്സ്ത് മോഡ്യൂളിന്റെ പകുതിയായിട്ടാണ് ശരിക്കും ഡിസ്ട്രിബ്യൂഷൻ സൈഡ് വരുന്നത്. ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്നത് എങ്ങനെയാണ് ശരിക്കും ഫീഡേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ റിംഗ് മെയിൻ സിസ്റ്റംസ്, റേഡിയൽ സിസ്റ്റം, റിംഗ് മെയിൻ സിസ്റ്റംസ്, ഇന്റർ കണക്റ്റഡ് സിസ്റ്റംസ് തുടങ്ങിയ ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ എല്ലാം കൂടെ കവർ ചെയ്യുന്നത്. പിന്നെ ഓരോ AC DC യിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഡിഫറൻസുകൾ കാര്യങ്ങളെല്ലാം തന്നെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്ന ഒരു ഏരിയയും കൂടെ ഈ ഒരു സിക്സ്ത് മോഡ്യൂളിൽ വരുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ സിസ്റ്റംസിന്റെ പ്രധാനപ്പെട്ട തിയറി പോർഷൻസ് എല്ലാം തന്നെ കവർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. കൂട്ടത്തിൽ പ്രോബ്ലംസും പഠിക്കാനുണ്ട്. ലൈക്ക് ഫസ്റ്റ് മോഡലിൽ പഠിക്കാനുള്ള ലോഡ് കർവുകൾ എന്ന് പറഞ്ഞാൽ ഒരു പവർ പ്ലാന്റിലെ ജനറേഷന് എത്രത്തോളമാണ്, അല്ലെങ്കിൽ അവിടുത്തെ മാക്സിമം ഡിമാൻഡ് എത്രയാണ്, എത്രത്തോളമാണ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഡ് കർവുകൾ എങ്ങനെയാണെന്ന് വരയ്ക്കുന്നത്, മാക്സിമം ഡിമാൻഡിന്റെ കാൽക്കുലേഷൻ, കണക്റ്റഡ് ലോഡിന്റെ കാൽക്കുലേഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു കാര്യമെല്ലാം ഫസ്റ്റ് മോഡിൽ വരാനുണ്ട്. അതുപോലെ തേർഡ് മോഡ്യൂളിൽ നമുക്ക് ഇടയ്ക്ക് പഠിക്കാനുള്ളതാണ് സാഗ്, ട്രാൻസ്മിഷൻ ലൈനിന്റെ സാഗിന്റെ കാൽക്കുലേഷൻ. അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈൻ എപ്പോഴും ഇത് രണ്ട് പോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ ട്രാൻസ്മിഷൻ ലൈനെ നമ്മൾ ഒരിക്കലും ഒറ്റയടിക്ക് വലിച്ച് കെട്ടുവല്ല ചെയ്യുന്നത്. ചെറിയായിട്ട് ഇങ്ങനെ ചായ്ച്ചാണ് നമ്മൾ എപ്പോഴും ഒരു ട്രാൻസ്മിഷൻ ലൈനെ ഇടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചായ്ച്ചിടുന്നത്?
അതിൻ്റെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് എങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഈ സാഗിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, എത്രത്തോളമാണ് ചായച്ചിടുന്നത്, പല ഡിഫറെന്റ് ലെവലിൽ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ 2 പോസ്റ്റ് വരുവാണെങ്കിൽ ഇങ്ങനെ ഇടുന്ന ആ ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ സാഗ് എങ്ങനെയായിരിക്കും, അൺഈക്വൽ ലെവലിലുള്ള സാഗ് തുടങ്ങിയ പോർഷൻസ് എല്ലാം തന്നെ കാൽക്കുലേഷൻസ് ആയിട്ട് വരുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് മോഡ്യൂളിൽ ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് തുടങ്ങിയ പാരാമീറ്റേഴ്സ് നമ്മളോട് ഡിറൈവ് ചെയ്യണം, അതിന്റെ പ്രോബ്ലംസ് ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു മോഡ്യൂളാണ് സെക്കൻഡ് മോഡ്യൂൾ. അങ്ങനെ പ്രോബ്ലംസും തിയറിയും ഒരേപോലെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ ഒരു പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട്. നമ്മുടെ ഈ ഒരു 4th ഇയർ 4 വർഷത്തെ ബിടെക് പേപ്പേഴ്സിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഹൈലി ഇൻഡസ്ട്രിയിൽ റെലവെന്റ് ആയിട്ടുള്ള, ശരിക്കും നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോംപ്രിഹെൻസീവ് വൈവയ്ക്ക് നിങ്ങൾ വരുമ്പോൾ ഈ ഏരിയയിൽ നിന്നെല്ലാം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഇൻഡസ്ട്രിയലി നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട്, ഇൻഡസ്ട്രിയലി റിലേറ്റ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു സബ്ജക്റ്റിനെ മനസ്സിലാക്കുവാനും പഠിക്കാനും. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. ഈ ഒരു സബ്ജക്റ്റ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരു കമ്പനീസിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ പവർ ഗ്രിഡ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഈ പറയുന്ന കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സ്ഥലമാണ് പവർ ഗ്രിഡ്. അതുപോലെ നമുക്ക് ഇത് തന്നെയാണ് ഓരോ സബ്സ്റ്റേഷനിലും, അതുപോലെ ഓരോ ജനറേറ്റിംഗ് സ്റ്റേഷൻസിലും, ഓരോ ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻസിലും നമുക്ക് ആവശ്യം വരുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് വളരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നന്നായി പഠിക്കുക. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് തീർച്ചയായും നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് വൈവയ്ക്ക് വരും. ഈ ഓരോ കമ്പോണൻസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ റിലേറ്റ് ചെയ്ത് സംസാരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫോൾട്ട് സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു പവർ സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് പേപ്പറിൽ വരുന്ന ഒരു നെക്സ്റ്റ് സെമ്മിൽ 6ാമത്തെ സെമസ്റ്ററിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് പവർ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ. ആ ഒരു അനാലിസിസിനകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു ഫോൾട്ട് ഏതൊക്കെ തരത്തിലുള്ള ഫോൾട്ടുകളാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈൻ ടു ലൈൻ ഫോൾട്ട്, സിംഗിൾ ലൈൻ ടു ലൈൻ ഫോൾട്ട്, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ലൈൻ ടു ലൈൻ ഫോൾട്ട് തുടങ്ങിയ അസിമെട്രിക്കൽ ഫോൾട്ടുകളും സിമെട്രിക്കൽ ഫോൾട്ടുകളും ഒക്കെ ഒരുപാട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ ഒരു പവർ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും ഫോൾട്ട് ഉണ്ടാകുന്നത്, ഫോൾട്ട് എങ്ങോട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ കണക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വൈവ ചോദിക്കാവുന്നതാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വാസ്റ്റ് ഏരിയ ആണ് ശരിക്കും പവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. നന്നായി പഠിക്കുക, പഠിച്ചിട്ട് വളരെ നന്നായിട്ട് നിങ്ങൾ കോംപ്രിഹെൻസീവ് വൈവയെ നേരിടുക. ഓക്കെ, സോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ അതും ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നന്നായി സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു പോർഷൻ, ഈ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബ്രീഫായിട്ട് ഞാൻ പവർ സിസ്റ്റത്തിനെ പറ്റി വളരെ ബ്രീഫായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ശരിക്കും ഒരുപാട് മണിക്കൂറുകൾ സംസാരിക്കേണ്ട, ഒരുപാട് മണിക്കൂർ ലെക്ചർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. എങ്കിലും ബ്രീഫായിട്ട് ഞാൻ ഈ നിങ്ങളുടെ വൈവയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്രീഫ് അപ്പ് ചെയ്ത് തന്നതാണ്. ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ പോർഷൻസ് എന്നുള്ളതൊന്ന് ലൈറ്റ് അപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സോ നന്നായി പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. സോ താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇടാം. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ ഞാൻ നിങ്ങൾക്ക് ഒന്ന് സ്പെസിഫൈ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.